ഏത് പന്ന കഴിവേറയുടെ മോനാണ് കണ്ണു മൂക്കൂല്ലാതെ വണ്ടി ഓടിക്കുന്നത്? വണ്ടി നിറങ്ങണ. ഐ വിൽ കൗണ്ട് ടു 3. എന്നിട്ട് തുറന്നില്ലേ ഈ ഗ്ലാസ് ഞാൻ അടിച്ചു പൊളിക്കും. 1, 2, 3. എന്താ പ്രശ്നം? എന്താ ചോദിക്കാൻ? എന്താ പ്രശ്നമെന്നോ? ഇത് കണ്ടോ? കണ്ടു. എന്താ ഇത്? ഇത് ടീഷർട്ട്, ഇത് ബെൽറ്റ്, ഇത് പാന്റ്. ആൻഡ് ഐ എം ബിനു. BINU. ബിനു. Any more doubts? കുന്തം വെഴിയ പോലെ അന്തം വിട്ട് നിൽക്കാടാ. അവള് പോയി. നമ്മളൊക്കെ ആക്കുന്ന നേരത്തിൽ തിരിച്ചുകൊണ്ട് അവള് പോയത് ആണോ? അല്ല പെണ്ണ്. ഈ വേഷത്തിൽ എന്തിനു കൊള്ളാടാ? പോയി ചാവടാ. എല്ലാം പോയി. അവള് പോയി. ഞാൻ ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിയോട് ഇത്ര അടുത്ത് പെരുമാറുന്നത്, സംസാരിക്കുന്നതൊക്കെ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാറില്ലേ? പ്രഥമ ദർശന അനുരാഗം. അതെ, സത്യം പറഞ്ഞ അതായിരിക്കും കുട്ടിയോട് തോന്നിയത്. എന്തെങ്കിലും ഒന്ന് പറയണോ? ഞാൻ എത്ര നേരം ഇങ്ങനെ നാവിട്ടലക്കാൻ തുടങ്ങിയിട്ട്. ജസ്റ്റിന്റെ പേരെങ്കിലും ചോദിച്ചൂടെ? അതിന് ശോഭന ഇത്രയായിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ. ഞാനോ? മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അല്ലേ ഡയലോഗ് വിട്ടത്? എന്ന് എനിക്കിതൊന്നും ഇഷ്ടമല്ലോ. ശോഭന്റെ രീതി സംസാരിച്ചാ മതി. ശോഭന്റെ രീതി മതിയല്ല. നല്ല ഹ്യൂമർ സെൻസ്. എന്റെ അമ്മ. എന്ത് പറ്റി ശോഭൻ? അവിടെ അല്ല, ഇവിടെ ഒരു എക്കിൾ. ഓ, എക്കിളാണെങ്കിൽ ഇത്തിരി വെള്ളം കുടിച്ചാൽ മതി. ശരിയാ. വെള്ളം കുറെ കുടിക്കുന്ന ലക്ഷണം ഉണ്ടല്ലോ കണ്ടിട്ട്. അസൂയ. കുട്ടി ക്ലാസ്സിൽ പോകുള്ളൂ. ഞാൻ ഉടനെ അങ്ങോട്ട് വന്നേക്കാം. എനിക്ക് ധൃതിയില്ല. എനിക്ക് ധൃതിയുണ്ട്. വരട്ടെ. ശോഭ നല്ല ആളാട്ടോ. അത് സുമിത മാത്രമല്ല, എല്ലാരും പറയാറുണ്ട് ഞാൻ നല്ല ആളാണെന്ന്. ഞാൻ അതല്ല പറഞ്ഞത്. എന്നെ 15 മിനിറ്റോളം പുളിഞ്ചോട്ടിൽ എത്തിയില്ലേ? ഓ, അത് പുളിഞ്ചോടല്ലോ ഞാൻ പറഞ്ഞത്. വാഗമരച്ചോടെന്നല്ലേ? വാഗമരച്ചോടോ? ഓ, വാഗമരച്ചോട് പറഞ്ഞ നമ്മുടെ ശാന്തമ്മയോടാ. ശാന്തമ്മയോടോ? വാഗമരച്ചോട്ടിൽ ശാന്തമായിട്ടിരിക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. കൊച്ചു കള്ളി തമാശ. എന്ത് പറ്റി ശോഭൻ? അല്ല, ഞാൻ പെട്ടെന്ന് മരിച്ചു. എന്റെ അമ്മയെ കുറിച്ച് ആലോചിച്ചു പോയി. അമ്മ മരിച്ചുപോയോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അമ്മയല്ല, അമ്മൂമ്മ. അമ്മൂമ്മയെ ഞാൻ അമ്മാന്നാ വിളിക്കാറുള്ളത്. ആ ഓർമ്മകൾ എന്നെ വല്ലാതെ വേട്ടയാടുന്നു. വരട്ടെ. എവിടെയാണ് ക്ലാസ്? എക്സ്ക്യൂസ് മീ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ പിശാച് അവിടെ ഉണ്ടായിരുന്നു. എന്താ ശോഭൻ? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ എന്തോ പറയാൻ വേണ്ടി ഓർമ്മിച്ചാ വന്ന് പെട്ടെന്ന് മറന്നുപോയി. ഓർത്തിട്ട് പിന്നെ വരാം. ഓ, ഇന്നത്തെ ക്ലാസ് ഭയങ്കരം തന്നെ. അതെ. എന്താടിയാ മനംകൂടെ മടി ചിരിച്ചോണ്ട് പോണേ? ആ വട്ടായിരിക്കും. അതെന്തോ? അവള് വരണളിയാ. വേഗമോ. എന്താ ഇത്? എന്താ ഇതെന്താന്ന്? ഇതോ? ഇത് കാറ്, ഇത് കൈ, ഇത് ചെളി. ആൻഡ് ഐ ആം ജിത്തു. JITHU. ജിത്തു. Any more doubts? വരട്ടെ. Thank you.
അതെ വായി നോക്കി നടന്നാ ഇങ്ങനെ ഇരിക്കും. നാളെ പോയി കുളിക്കണം. അവൾക്കുള്ളത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നീ ഇപ്പൊ ചെയ്യുന്നൊന്നും ശരിയല്ല എത്തു, തീരെ ശരിയല്ല. ഒന്നുമില്ല അവളൊരു പെൺപിള്ളേരോട് കണക്ക് കേൾക്കുന്നേ ആൺപിള്ളേർക്ക് കയറുന്ന പണിയല്ല. കുറെ നേരമായല്ലോ നിനക്കെന്താ അവളോട് ഇത്ര സെന്റിമെന്റ്സ്? അതിപ്പോ എത്ര ചോദിക്കാനുണ്ടോ? നേരാ, എനിക്ക് അവളോട് ഇത്തിരി സെന്റിമെന്റ്സ് ഉണ്ട്. എനിക്ക് അവളെ ഇഷ്ടാ. അതിനിപ്പോ ഒരു പുത്തിരിയല്ലല്ലോ, ഒരു കോലിൽ ഇത്തിരി തുണി കെട്ടി തന്നാ നീ അതിനെയും കയറി ലൈനാക്കില്ലേ? ഇത് അതുപോലുള്ള പ്രേമൊന്നുമല്ല, ഇറ്റ്സ് എ റിയൽ ലവ്. അയ്യടാ, ഇത് ഞങ്ങൾ കുറെ കേട്ടതാ. ആ എലിസബത്തിനെയും സുമിതയൊക്കെ ആദ്യം കണ്ടപ്പോൾ നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? പരിശുദ്ധവും പരിഭാവനവുമായ പ്രണയബന്ധം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചങ്കോർന്ന് കാട്ടാനൊന്നും എന്നെ കൊണ്ടാവില്ലോ. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ, ഞാൻ അവളെ സ്വന്തമാക്കും. അന്ന് കാക്ക പറന്ന് മലക്കും. അതെ അതെ, മറന്നു പലക്കും. അതിന് ആ പൂ കയറാൻ ഞാൻ ഒരാൾക്ക് സമ്മാനിക്കാൻ പറ്റിയിരിക്കുന്നു. മനസ്സിലായി, ആ ബദ്രാളിക്കല്ലേ? അതെ. എടാ, ഈ പൂ കൊടുത്ത് ലൈനാക്കുന്നതൊക്കെ 60 സിനിമയ്ക്കകത്തുള്ള നമ്പർ. ഇപ്പോഴത്തെ പെമ്പിള്ളാര് ഒരു പൂവിലൊന്നും വീഴില്ല. പിന്നെന്താ പൂങ്കുല കൊടുക്കണോ? എടാ, കൊടുക്കേണ്ടവൻ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുത്താ ഏത് പെണ്ണും വീഴും. എന്നാ പിന്നെ കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട പോലെ കിട്ടേണ്ട സ്ഥലത്ത് ഇനി കിട്ടിയിരിക്കും. ശോഭൻ, ഹായ്. ഇന്നലെ വീണ്ടും കാണാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അത് പിന്നെ വേറെ ഒരു ഗൗരവമുള്ള പ്രശ്നത്തിൽ പെട്ടുപോയി. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, പ്രശ്നം, ആകെ ഒരു പ്രശ്നം മയമായിപ്പോയി. ഇവന്റെ പ്രശ്നം മുഴുവൻ അറിയണമെങ്കിൽ പ്രശ്നം വെച്ച് നോക്കണം. സഹോദരമാക്കല്ലേ? മാക്കില്ല. ഇതാർക്കാ പൂവ്? ഇത് ആർക്കാ പൂവല്ല, റോസാ പൂവാ. ഞാൻ ഈ പൂക്കളുടെ ഒരു ആരാധകനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പനിനീർ പൂക്കൾ. അയ്യോ, ഇതത്ര നല്ല പൂവല്ല. ഇത് പിന്നെ കുന്നംകുളം മേട, കലർപ്പില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ്. അത് സൂക്ഷിക്കണം, മൊത്തത്തിൽ ഇവനൊരു ഡ്യൂപ്ലിക്കേറ്റാ. എന്നാലും തല ചൂടാല്ലോ. ഇനി ഏത് പൂ കൊടുക്കും? എല്ലാം ഒരു ദീർഘവീക്ഷണത്തോടെ കാണുന്നവനായി ശോഭനം നിനക്ക് ഇപ്പൊ മനസ്സിലായോ? അവള് വരുന്നുണ്ട്, നീ കുറച്ച് അകലേക്ക് മാറിയുന്നു. ഇല്ല, എല്ലാം ചളാവും. അതെന്താ? നിന്നെക്കാൾ എനിക്ക് അല്പം ഗ്ലാമർ കൂടുതലായതുകൊണ്ട് അവൾ എന്നെ കയറി പ്രേമിക്കുന്നതായിരിക്കും അല്ലേ? എക്സ്ക്യൂസ് മീ, എന്താ? ഇതൊരു പനിനീർ പൂവാണ്. ഓഹോ, അങ്ങനെ? അല്ല, നമ്മുടെ സൗഹൃദം ഈ പനിനീർ പൂവിലൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ശോഭൻ, എപ്പോ ഒന്നും ഈ പിശാശ്. ഇന്നെന്താ പതിവില്ലാതെ ഒരു പൂവൊക്കെ ആയിട്ട്? എനിക്കായിരിക്കും ഈ അല്ലേ? റോസാവളങ്ങൾ എന്റെ റോസിക്കല്ലാതെ പിന്നെ ആർക്കാ? ഏട്ടേ, എവിടെ നിന്ന് റേഷൻ മേടിക്കണം? ഹലോ, ബിനു എന്നാണല്ലേ പേര്? ആ പൂവ് എവിടെ? ഓ, അത് തനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കളഞ്ഞു. അതെങ്ങനെ കളഞ്ഞ? അത് നല്ല പൂവല്ല, ചീത്ത പൂവാ. എനിക്ക് തീരെ ഇഷ്ടമായില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് തന്നേക്ക്. അത് പിന്നെ അത് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കുരിശായാലും പിശാച് എവിടെ പോയി? കോളേജിൽ അവൻ ടെസ്റ്റ് ചെയ്യാൻ പോയില്ലെന്ന് ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ലോലം കൊണ്ട് തന്ന എന്താണ് പൂ? എന്താ പ്രശ്നം? എന്താ ഈശ്വര, എന്റെ പൂ ചതഞ്ഞു പോയല്ലേ? ചതഞ്ഞു പോയല്ലേ? ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മാതിരിയുണ്ട്. ഹലോ. ഹലോ. ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. അതിനെന്താ? എന്റെ പേര് സുന്ദരേശൻ. നല്ല പേര്. ഹൗ, ആശ്വാസമായി. അതെന്താ? പേര് മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? അതുകൊണ്ടല്ല, നിങ്ങളൊക്കെ ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ടല്ലോ എന്നോർത്താ. നമ്മുടെ നാട്ടിലെ കൾച്ചറൽ മഹാബോറാ. അങ്ങ് അമേരിക്കയിലൊന്നും അങ്ങനെയല്ല. അപ്പോ അമേരിക്ക പോയിട്ടുണ്ടോ? പിന്നെ പ്രീ ഡിഗ്രിക്ക് ഞാൻ അവിടെയാ പഠിച്ചത്. അപ്പൊ അമേരിക്കയിലൊക്കെ എങ്ങനെ? നല്ല രസമായിരിക്കും അല്ലേ? രസമായിരിക്കുന്നോ? ഇവിടുത്തെ എല്ലാം ഓപ്പോസിറ്റ് അല്ലേ? ഇവിടെ നൈറ്റ് ആയിരിക്കുമ്പോ അവിടെ ഡേ ആയിരിക്കും, അവിടെ ഡേ ആയിരിക്കുമ്പോ ഇവിടെ പകലായിരിക്കും. പിന്നെ ഇവിടെ ഞാനൊക്കെ കാർ ഓടിക്കുന്നത് ഇടതുവശത്ത് കൂടാ. അവിടെ സായിപ്പന്മാര് കാർ ഓടിക്കുന്നത് വലതുവശത്ത് കൂടാ. പിന്നെ ഇവിടൊക്കെ പെണ്ണുങ്ങള് പ്രസവിക്കുന്നത് കല്യാണത്തിന് ശേഷമാ, അവിടൊക്കെ കല്യാണത്തിന് മുമ്പാ. ഓ, പിന്നെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. അവിടെ ആൾക്കാർ നല്ല തടിച്ച് വെളുത്തിരിക്കും. ഇവിടെ ആൾക്കാര് ഇതുപോലെ തോട്ടി പോലെ ഇരിക്കും. നല്ല ചെരുപ്പാണല്ലേ. കാലേ കളിച്ചോട്ടല്ലോ, കളിക്കല്ലേ. പുതിയ ഉണ്ടമ്പൊരു പൈസൽ വെച്ച് വേണമെങ്കിൽ ബീങ്ങിക്കാം. കളിക്കല്ലേ. സുബൈറെ,
നിന്റെ വീട്ടിലെ സർവന്റ് നിന്നെ അന്വേഷിച്ച് ക്യാമ്പസ് മുഴുവൻ ചുറ്റുന്നുണ്ട്. എവിടെ? പുറത്ത്. ബാപ്പ നിനക്ക് ചെലവിലുള്ള കാശ് കൊടുത്തു വിട്ടായിരിക്കും. ചെല്ല് ഇന്ന് നിന്റെ അക്കൗണ്ടിൽ ഒരു പെഗ്ഗെങ്കിലും വീശണം. നിങ്ങളൊക്കെ എങ്ങനെയാ പരീക്ഷയില് പാസ്സാവണത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഹോസ്റ്റലിൽ വന്നാൽ മതിയെന്ന്. കോളേജിൽ വന്നാലത്തെ സ്ഥിതി ഇപ്പൊ കണ്ടില്ലേ? അതൊന്നും സാരമില്ല മോനെ, പിള്ളാരല്ലേ. ഇതൊക്കെ ഒരു കളിതമാശയായിട്ട് കാണാൻ ഞമ്മക്ക് കഴിയും. ഞമ്മള് വന്നത് തരാനാണ്. ഒരുപാട് ജോലി തിരക്കിനിടയ്ക്ക് ബാബ ആകാശ ചേരാൻ വിട്ടുപോയി. നാളെ ഫീസ് കൊടുക്കേണ്ടതാണല്ല. നേരം വൈകിയതുകൊണ്ടാണ് ഞമ്മള് തന്നെ ഇവിടെ കൊണ്ട് തരാന്ന് വെച്ചത്. അപ്പൊ ഞമ്മള് നിൽക്കണില്ല, പോവാണ്. അല്ല മോനെ, അല്ല വീട്ടിൽ ചെന്ന് വിശേഷം എന്തെങ്കിലും പറയാനുണ്ടാ? ആരോട്? ബാപ്പോട്. നല്ലോണം പഠിക്കുന്നുണ്ടെന്നും നല്ല കുട്ടിയാണെന്നൊക്കെയാണ് ബാപ്പയുടെ വിചാരം. അത് തെറ്റിച്ചിട്ടില്ലല്ല. ഞമ്മക്കറിയാം മോനങ്ങനെ ബൈതെറ്റി പോവില്ല എന്ന്. വരട്ടെ. എന്താ ശോഭൻ? ഒന്നുമില്ല സാർ, ഒന്നുമില്ല. മഹാനാണക്കടായി. സോറി. കുടുംബം അണ്ണാ, രതി ടീച്ചറുടെ പൂമേനി കൊണ്ട ശരീരമല്ലേ ഇത്? ഈ ഉള്ളവൻ അണ്ണനെങ്കിലും ചുംബിച്ച് ആത്മനിർവൃതി കൊള്ളട്ടെ. അവള് വരുന്നുണ്ടാ? അതിന് നെഞ്ചിടിച്ച് കളക്കണോ? ഇനി ചൂടാ, ഇവിടെ സമയം കളയാതെ. വേഗം കെട്ടാ, വേഗം കെട്ട്. വേഗം ആവട്ടെ, അവൾക്ക് വരും. വേഗം വേഗം. മതി. നിന്റെ പ്ലാൻ എല്ലാം കൊള്ളാം, പക്ഷെ അവളെ തിരുവോന്തം കണ്ട് മയങ്ങി വീണ് വെറുതെ ചളമാക്കരുത്. അയ്യോ, എന്നെ വിശ്വസിക്കേ. ഇത്തവണ ഞങ്ങൾ നടിച്ചിട്ടുണ്ടല്ലോ. Hello. Fantastic. Hi. Yes. Okay. Wonderful. Okay. വഴിന്ന് മാറുന്നുണ്ടോ ഇല്ലയോ? Sorry. മാറിയില്ല. That's better. അയ്യോ സാർ, എന്താണത്? ഒന്നുമില്ല സാർ, കാണാൻ കൊള്ളാവുന്ന ആണുങ്ങളെ കാണുമ്പോ ഇവക്ക് ഇളക്കം കൂടുതല. സാരമില്ല, എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. സോറി നാറിയ പണി കാണിച്ചിട്ട് സോറി എന്ന് പറയാ. അയ്യോ സാർ, ഞാൻ I will report the principal. All of you clear out. എല്ലാവരും പിരിച്ചു പോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ടാറ്റാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൊട്ടാരം വീട്, പോയി വരാൻ മാരുതിക്കാർ, എന്നിട്ടും വൃത്തികെട്ട കൂറമണമുള്ള ഈ റൂമിൽ കിടക്കാനാ നിനക്കിഷ്ടം. നിനക്കറിയോ, 4 കൊല്ലമായി ഈ മുറി ആരെങ്കിലും ഉപയോഗിച്ചിട്ട്. ഏതോ ഒരു എൽസ മാത്യു പാരച്യൂട്ടിൽ ഇറങ്ങിയതാ. പ്രണയ നൈരാശ്യം. ഓഹോ, എൽസ മാത്യുവിന്റെ ആത്മാവ് ഇവിടെ കറങ്ങിയടിക്കുന്നുണ്ടെന്നാ പലരും പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് ആരും ഇവിടെ കിടക്കാൻ ധൈര്യപ്പെടാറില്ല. പിന്നെ നീ ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെയാ? ഞാനിവിടെ ഒറ്റയ്ക്കല്ലല്ലോ, എൽസ മാത്യു അല്ലേ. പിന്നെ നിങ്ങളും. ഞങ്ങളോ?
17-ാം നമ്പർ മുറിയിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ഈ 13-ാം നമ്പർ മുറിയിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. നിങ്ങളും എന്നോടൊപ്പം ഇല്ലെങ്കിൽ എന്റെ പല ഉദ്ദേശങ്ങളും നടപ്പാക്കാൻ കഴിയില്ലല്ലോ. ഉദ്ദേശങ്ങളോ? നീ എന്തേ പറയുന്നേ? ശത്രു സംഹാരം. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ മിസ്റ്റർ ജിതിൻ ബാബു എന്ന ജിത്തുവിന്റെ അന്ത്യം. അല്ലടി, എന്താ നിന്റെ ഉദ്ദേശം? ജിത്തു, അയാളെ ഇന്ന് ഇവിടെ നിന്ന് പൊക്കി നമ്മുടെ ഹോസ്റ്റലിൽ എത്തിക്കണം. പിന്നെ വിളിച്ചു പോയി 4 ആളെ കൂട്ടണം. അർദ്ധരാത്രിയിൽ ലേഡീസ് ഹോസ്റ്റലിൽ ഒരു പുരുഷനെ കണ്ടാൽ കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. വേണൂടി? വേണം. ചങ്കൂറ്റുള്ളവർ മാത്രം എന്നോടൊപ്പം നിന്നാ മതി. സുന്ദരേശണ്ണ, 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 നിങ്ങളൊക്കെ എന്താ അർദ്ധരാത്രിയിൽ ഇവിടെ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പൊ തോന്നി സുന്ദരേശ് അണ്ണനെ ഒന്ന് കണ്ടാലോന്ന്. അങ്ങ് അമേരിക്കയിലെ വിശേഷങ്ങൾ ഓരോന്ന് കേട്ടിരുന്ന നേരം പോകുന്നത് അറിയില്ലല്ലോ. ഈ വാതിലൊന്ന് തുറക്കണ്ണോ. അയ്യോ, ആക്കളി വേണ്ട. എനിക്ക് പേടിയാ. പേടിയോ? എന്തിനാ? നിങ്ങൾ 4 പേരില്ലേ? മുമ്പൊരിക്കൽ ബാലികയിൽ വന്ന 5 സുന്ദരികളുടെ കഥ വായിച്ചിട്ടുണ്ടോ? 5 പേരും കൂടി ഒരു ചെക്കനെ ബലാത്സംഗം ചെയ്തു കൊന്ന കഥ. അതുപോലെ എങ്ങാനും സംഭവിച്ചാൽ? സുന്ദരേശണ്ണ, സുന്ദരേശണ്ണനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഞങ്ങൾക്ക് അമേരിക്കൻ കഥകൾ കേട്ടാൽ മാത്രം മതി. ഈ കഥ ഒന്ന് തുറക്കണ്ണോ. വാക്കു മാറല്ലേ? വരൂ, കയറി വരൂ. മര്യാദക്ക് ഞങ്ങൾ പറഞ്ഞതനുസരിച്ചോ, ഇല്ലെങ്കിൽ തന്റെ ഈ ജുറാസിക് കഴുത്തിന് മേലെ തല കാണില്ല. ജിത്തു ഏത് റൂമില്ല? എന്താണോ നട്ടപ്പാരൊക്കെ? ചിത്തു സാറിനൊരു ഫോണുണ്ട്. പോണോ? എവിടെ നാളോ? അതറിയില്ല, ഒരു പെൺകുട്ടിയാ. പെൺകുട്ടിയോ? അവൻ ആന കുത്തിയാ പോലും അറിയാത്ത ഉറക്കത്തില്ല. ഞാൻ അറ്റൻഡ് ചെയ്യാം. അയ്യോ, അത് വേണ്ട. ചിത്തു സാറിനെ തന്നെ വേണമെന്നാ അവര് പറഞ്ഞത്. വിളിക്കല്ലേ? ഒരു ഫോണുണ്ട്. ഏതോ പെൺകുട്ടിയുടെ ആണെന്ന്. പെൺകുട്ടിയുടെ ഫോണോ? പെൺകുട്ടിയുടെ ആണെങ്കിൽ അവനായിരിക്കില്ല, എനിക്കായിരിക്കും. വിളിച്ചില്ലെന്ന് പറയല്ല. ഇനി നാളെ ഇനിയിപ്പം അതിന് വേണ്ടി ചവിട്ടും. എനിക്ക് വയ്യ, തലവലാതെയൊക്കെ വിളിക്കാനുണ്ടോ സാറേ? ഹലോ, സംഗതി വളരെ സീരിയസ് ആകുമെന്നാ തോന്നുന്നത്. ആപത്ത് വരുമ്പോ കൂട്ടത്തോടെ തന്നെയല്ലേ? എന്റെ പൊന്നു ശോഭ, ഇനി നിന്റെ പഴയ കളിയും ചിരിയൊന്നും കാണാനൊക്കില്ലെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതെ ശോഭ, ഈ അവസ്ഥയിൽ നിന്ന് നീ രക്ഷപ്പെടുന്ന കാര്യം വലിയ സംശയമാണ്. എന്താ, ഞാൻ മരിച്ചു പോകുന്നാണോ? ഇതോടെ അങ്ങ് തീർന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഭേദമായിരുന്നു. മണ്ണാം കട്ട തെളിച്ചു പറയടാ. എനിക്കങ്ങനെ ഗുരുതരമായ രോഗമൊന്നുമില്ലെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. പിന്നെന്താ? പോടാ, നിന്റെ രോഗത്തെ കുറിച്ചല്ല പറഞ്ഞത്. പുറത്ത് ചെന്ന് നോക്ക്, 5-6 യൂണിയനായിട്ടാ വന്നിരിക്കുന്നത് നിന്റെ കാമുകിമാർ. എന്റെ അമ്മോ! ശോഭൻ എങ്ങനെയുണ്ട്? അതിപ്പോ ശോഭന്റെ നില വളരെ സീരിയസ് ആണ്. എല്ലാരും കൂടി പോണ്ട, ഓരോരുത്തരായി ചെന്ന് ബുദ്ധിമുട്ടിച്ചാ മതി. എക്സ്ക്യൂസ് മീ. പ്ലീസ് ഒന്ന് മാറൂ.
നിന്നെ മാത്രം അകത്തോട്ട് കടത്തി വിടരുതെന്ന ശോഭം പറഞ്ഞിരിക്കുന്നത്. പ്ലീസ് ഒന്ന് മാറൂ. മാറ്.